കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇപ്പം എന്താണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ? ഇപ്പം നോക്കൂ, ഒരു ഇലക്ട്രിക് ബൾബിൻ്റെ ലൈഫ് ലെങ്ത്തിനെ എക്സ് എന്നുള്ള വേരിയബിളിൽ സ്റ്റോർ ചെയ്യണം. ഒരു ഇലക്ട്രിക് ബൾബിൻ്റെ ലൈഫ് ലെങ്ത്ത് ഏകദേശം ഒരു 2000 അവേഴ്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് എന്നുള്ള വേരിയബിള് ബൾബ് നമ്മൾ പ്രകാശിപ്പിക്കാൻ വേണ്ടി ഇട്ടു. അപ്പോൾ അത് 0 മുതൽ 2000 അവേഴ്സിൽ ഏത് സമയം വേണമെങ്കിലും അതിൻ്റെ ലൈഫ് ലെങ്ത് എൻഡ് ചെയ്യാം. ഈ ബൾബ് പ്രകാശിക്കുമ്പോൾ എക്സാക്ട്ലി ഇത്ര മണിക്കൂർ പ്രകാശിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, സാധ്യമാവില്ല. കാരണം ചിലപ്പോൾ ഈ ബൾബ് 10:30 അല്ലെങ്കിൽ 3/4, 1/4, 10 എന്നുള്ളതൊരു നമ്പർ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. മൈന്യൂട്ട് സെക്കൻഡ്സുകൾ, മിനിറ്റുകൾ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതിൽ ഏത് വാല്യൂ വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്യാം. സോ ഡെഫിനറ്റ് ആയിട്ട് നമുക്കൊരു വാല്യൂ പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. ബൾബിൻ്റെ കേസിൽ 0 മുതൽ 2000 വരെയുള്ള ഏതൊരു ഇൻ്റർവെല്ലിലുള്ള വാല്യൂ വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ 1/2, 1/4, 3/4 മൈക്രോ സെക്കൻഡ്സുകൾ, മിനിറ്റുകൾ ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന കേസസിലുള്ള റാൻഡം വേരിയബിൾസിനെയാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ ഡെഫിനിഷൻ നോക്കാം. A random variable that can assume any value contained in one or more intervals is called continuous random variable. എന്താന്ന് വെച്ചാൽ ഒരു റാൻഡം വേരിയബിള് ഒന്നോ ഒന്നിലധികമോ ഇൻ്റർവെൽസിലുള്ള വാല്യൂസാണ് അസ്യൂം ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി ഡിസ്ക്രീറ്റിൻ്റെയും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെയും എക്സാമ്പിൾസ് നോക്കൂ. ഡിസ്ക്രീറ്റ് ആവുമ്പോൾ എണ്ണം തിട്ടപ്പെടുത്തി പറയാൻ പറ്റും. കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റർവെല്ലിലേ പറയാൻ പറ്റൂ. അവിടെ 1/2, 1/4, 3/4 എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഒരു റാൻഡം വേരിയബിള് കണ്ടിന്യൂസ് ആണ് എന്നുണ്ടെങ്കിൽ ആ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുക. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ ഡിനോട്ട് ചെയ്തത് PMF. പറഞ്ഞത് എന്താ? പ്രോബബിലിറ്റി മാസ് ഫങ്ഷൻ എന്നാണെങ്കിൽ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ വിളിക്കുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫങ്ഷൻ എന്നാണ്. അതിന് ഷോർട്ടായിട്ട് നമ്മൾ PDF എന്നുള്ള പേരിലാണ് വിളിക്കുക. ഇനി കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൽ പ്രോബബിലിറ്റി അറ്റ് എ പർട്ടിക്കുലർ പോയിൻ്റ്, ഏതെങ്കിലും ഒരു പ്രത്യേക പോയിന്റിലുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ ചോദിക്കുന്നതെങ്കിൽ ആൻസർ 0 ആണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. y=f(x) എന്നുള്ളൊരു ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഇതിൽ എക്സിൻ്റെ വാല്യൂ A മുതൽ B വരെയുള്ള പോർഷൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതായത് അത്രയും ഭാഗത്തിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ആ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അതേ കണ്ടീഷൻ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇത്രയും ഭാഗത്തിൻ്റെ പ്രോബബിലിറ്റി, ഈ റീജിയൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് എവിടം മുതൽ എവിടം വരെയാണ് ലിമിറ്റ് എങ്കിൽ അപ്ലൈ ചെയ്യുക. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രോപ്പർട്ടീസാണ് നോക്കുന്നത്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന് പറഞ്ഞിരുന്ന പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനും ബാധകമാണ്. രണ്ടിൻ്റെ പ്രോപ്പർട്ടീസും സെയിം തന്നെയാണ്. എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഡിസ്ക്രീറ്റിൽ സിഗ്മ യൂസ് ചെയ്തു. കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഇന്റഗ്രേഷൻ യൂസ് ചെയ്യും. Find the value of k if the PDF of x is given by f of x equal to kx square 0 less than x less than 2 and equal to 0 otherwise. PDF f of x equal to kx square എന്ന് പറഞ്ഞിട്ടൊരു PDF തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. അപ്പോൾ എഫ് ഓഫ് എക്സിന്റെ റേഞ്ച് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2, എക്സിന്റെ വാല്യൂ 0-ന്റെയും 2-ന്റെയും ഇടയിലാണ് റേഞ്ച് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കെന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദ്യം. അപ്പൊ പ്രോപ്പർട്ടിയിൽ പറയണത് ഇഫ് ഇറ്റ് ഈസ് എ PDF, ഇതൊരു PDF ആണെന്നുണ്ടെങ്കിൽ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1 ആയിരിക്കും. അതായത് ടോട്ടൽ ഇന്റഗ്രേഷൻ 1 ആണ് കിട്ടുക. അപ്പൊ നോക്കൂ, ഇന്റഗ്രൽ 0 to 2 എവിടെ നിന്ന് കിട്ടി? ഈ തന്നിരിക്കുന്ന ലിമിറ്റ് എഫ് ഓഫ് എക്സ് എന്താ? കെ എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു ആണ് എന്ത്? 1. ഇനി നോക്കൂ, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. കെ കോൺസ്റ്റന്റ് വെളിയിൽ വെച്ചു. ആർക്ക് ഇന്റഗ്രേഷൻ ഉള്ളൂ? എക്സ് സ്ക്വയറിന് ഇന്റഗ്രേഷൻ ഉള്ളൂ. ഡി എക്സ് ഈക്വൽ ടു ആണ് 1. കെ കോൺസ്റ്റന്റ് തന്നെയാണ്. എക്സ് സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ബൈ 3, ലിമിറ്റ് എവിടെ മുതൽ എവിടം വരെ? 0 to 2 ഈക്വൽ ടു ആണ് 1. കെ കോൺസ്റ്റന്റ് വെളിയിൽ നിർത്തി എക്സിന് ലിമിറ്റ് അപ്ലൈ ചെയ്തു. ലിമിറ്റ് ആദ്യത്തെ ലിമിറ്റ് ഏതാ? 2 ആണ്. 2 ക്യൂബ് ബൈ 3 മൈനസ് 0 ക്യൂബ് ബൈ 3, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഈക്വൽ ടു 1. 2 അപ്പർ ലിമിറ്റും 0 ലോവർ ലിമിറ്റും, വിച്ച് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു 2 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 2 into 2 into 2 8/3 മൈനസ് 0 ക്യൂബ് പറഞ്ഞാൽ എന്താ വരിക? കിട്ടും 0 തന്നെ കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു ആണ് 1. കെ ഇൻറ്റു 8/3 നിന്ന് 0 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? 8/3. അപ്പൊ കെ ഇൻറ്റു 8/3 ഈക്വൽ ടു ആണ് 1. അതായത് 8k/3 ഈക്വൽ ടു 1 ആണെങ്കിൽ കെ ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു 3 ഡിവൈഡഡ് ബൈ, ഇവിടെ ന്യൂമറേറ്ററിലുള്ള കെ ഈക്വൽ ടു ഇങ്ങനെ ഭാഗത്ത് വരുമ്പോൾ ഡിനോമിനേറ്റർ. അപ്പൊ കെന്റെ വാല്യൂ എന്ത് കിട്ടും? വാല്യൂ 3/8 ആണ് എന്ന് കിട്ടി. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു kx minus 2 for 0 less than x less than 2, for what value of k will f of x be a probability density function? അതായത് ഈ ഒരു ഫംഗ്ഷനില് കെയിന് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാല് തന്നിരിക്കുന്ന ഫംഗ്ഷൻ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആവും എന്നതാണ് ചോദ്യം. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആവണം എന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടി എന്താ പറഞ്ഞത്? ഇഫ് ഇറ്റ് ഈസ് എ PDF, ഇതൊരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആവണമെങ്കിൽ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എന്താവണം എന്ന് പറഞ്ഞു? 1 ആവണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഇന്റഗ്രേഷൻ ലിമിറ്റ് ഇവിടെയും എന്ത് തന്നെയാണ്? 0 to 2 ആണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് ഇന്റഗ്രൽ ലിമിറ്റ് അപ്ലൈ ചെയ്തു 0 to 2 എഫ് ഓഫ് എക്സ് ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? കെ എക്സ് മൈനസ് 2. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ എന്ത് കിട്ടണം? 1 ആണ് ആൻസർ കിട്ടണം. സോ ഇന്റഗ്രേറ്റ് ചെയ്യണം. കെ കോൺസ്റ്റന്റ്, എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ആൻസർ എക്സ് സ്ക്വയർ ബൈ 2 ആണെന്ന് കിട്ടും. മൈനസ് 2 കോൺസ്റ്റന്റ്. ഇനി ഇവിടെ ആരുണ്ട്? 1 ഉണ്ട്. ഇന്റഗ്രൽ 1നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ്. ലിമിറ്റ് അപ്ലൈ ചെയ്യണു. ലിമിറ്റ് എവിടം തൊട്ട് എവിടം വരെ? 0 to 2 വിച്ച് ഈസ് ഈക്വൽ ടു ആണ് എന്ത്? 1. ഇന്റഗ്രേഷൻ അറിയില്ല, മറന്നുപോയി എന്നുണ്ടെങ്കിൽ നേരത്തെ ക്ലാസ് കാണാം. ദെൻ എക്സ് ഉള്ളിടത്ത് ആദ്യം അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, പിന്നെ ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുക. അപ്പൊ എക്സ് ഉള്ള ഭാഗത്ത് ആദ്യം അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യണു. കെ ഇൻറ്റു എക്സിന്റെ അപ്പർ ലിമിറ്റ് എന്താ? 2 സ്ക്വയർ ബൈ 2 മൈനസ് 2 ഇൻറ്റു എക്സിന്റെ അപ്പർ ലിമിറ്റ് 2.
ഇത്രയും അപ്പർ ലിമിറ്റ് മൈനസ് എന്ത് ചെയ്യണം, ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് നോക്കൂ 0. എക്സിന്റെ പ്ലേസിൽ 0 ആണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ k ഇൻറ്റു 0² / 2 മൈനസ് 2 ഇൻറ്റു 0 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, 1 ആണ്. ഇനി k ഇൻറ്റു 2ന്റെ സ്ക്വയർ 4 ഡിവൈഡഡ് ബൈ 2. 4 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആൻസർ, 2 തന്നെയാണ്. അപ്പൊ 2 മൈനസ് 2 ഇൻറ്റു 2 4. ഇത്രയും അപ്പർ ലിമിറ്റ് മൈനസ് 0ന്റെ സ്ക്വയർ 0, k ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0/2 0 മൈനസ് 2 ഇൻറ്റു 0 0 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, 1 ആണ്. ഇനി 2k മൈനസ് 4 മൈനസ് 0 മൈനസ് 0 0 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, 1 ആണ് കിട്ടി. 2k മൈനസ് 4 ഈക്വൽ ടു 1. 2k മൈനസ് 4 ഈക്വൽ ടു ആണ് എന്ത്, 1. അപ്പൊ ഇതിൽ നിന്ന് 2k ഈക്വൽ ടു 1 പ്ലസ് 4 -4 ഈക്വൽ ടുന്റെ അങ്ങേ ഭാഗത്ത് ഈക്വൽ ടുന്റെ കൂടെ പോകുമ്പോ നെഗറ്റീവ് എന്തായി മാറി, പോസിറ്റീവ് ആയി മാറി. അപ്പൊ 2k ഈക്വൽ ടു 1 പ്ലസ് 4 എത്രയാ, 5 ആണ്. k ഈക്വൽ ടു 5/2. ഇതൊരു PDF ആവണമെന്നുണ്ടെങ്കിൽ kന്റെ വാല്യൂ എന്താവണം, 5/2 ആയി നിൽക്കണം. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ f of x 1/8 ആണ് പറയേണ്ടത്. എക്സിന്റെ വാല്യൂ 1ന്റെയും 9ന്റെയും ഈക്വലും കൂടിയാണ്. അപ്പൊ 1 മുതൽ 9 വരെയുള്ള ഏത് പോയിന്റ് എടുത്താലും f of x ന്റെ വാല്യൂ 1/8 ആണ്. ഏതൊരു ഇന്റർവെല് കൺസിഡർ ചെയ്താലും 1 to 9 ഇടയിൽ ഏതൊരു ഇന്റർവെല് കൺസിഡർ ചെയ്താലും ഏതൊരു പോയിന്റ് എടുത്താലും f of x ന്റെ വാല്യൂ 1/8 ആണ്. അല്ലാത്ത കേസിൽ 0 ആണ്. അങ്ങനെയാണെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. 4ന്റെയും ആൻസർ കണ്ടുപിടിക്കണം. അപ്പൊ നോക്ക, പ്രോബബിലിറ്റി ഓഫ് 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5. ഈ റേഞ്ചിലുള്ള പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന ഫംഗ്ഷനെ ആ റേഞ്ചിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ ശ്രദ്ധിക്കാനുള്ള കാര്യം, കണ്ടുപിടിക്കാനുള്ള റേഞ്ച് ക്വസ്റ്റ്യനിൽ ഉള്ളതാണോ ഉൾപ്പെട്ടതാണോ എന്ന് നോക്കണം. അപ്പൊ നോക്കുക, 2 മുതൽ 5 വരെ എന്ന് പറയുമ്പോൾ 2 to 5 ഈ ഇന്റർവെല്ലിന്റെ ഇടയിലുണ്ട്. അതായത് 1 2 3 4 5 6 7 8 9 ഇതിന്റെ ഇടയിലുള്ള മൈന്യൂട്ട് വാല്യൂസ് വരെ ഈ ഇന്റർവെല്ലിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഇന്റഗ്രൽ 2 to 5 f of x എന്താ നമുക്ക് തന്നിരിക്കുന്ന 1/8 dx. ഇന്റഗ്രേറ്റ് ചെയ്യാൻ അറിയും. 1/8 കോൺസ്റ്റന്റ് വെളിയിലിട്ടു. പിന്നെ ആരെയുള്ളൂ, 1 ഉള്ളൂ. 1ന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ x ആണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുക 2 to 5 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 1/8 ഇൻറ്റു എക്സിന്റെ അപ്പർ ലിമിറ്റ് എത്രയാ, 5 ആണ്. എക്സിന്റെ ലോവർ ലിമിറ്റ് എത്രയാണ്, 2 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 1/8 ഇൻറ്റു 5 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എത്രയാ, 3 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് ആൻസർ കിട്ടും നമുക്ക്, 3/8 ആണെന്ന് ആൻസർ കിട്ടും. ഇനി സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. സിമിലർലി സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 3. എക്സിന്റെ വാല്യൂ 3നേക്കാളും ചെറുതാണ്. എക്സിന്റെ വാല്യൂ 3നേക്കാളും ചെറുതാണ് എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന റേഞ്ചില് 3നേക്കാളും ചെറുത്. അപ്പൊ എക്സ് എവിടെ വരെ ചെറുതാവാം, 1 വരെ ചെറുതാവാം. ശ്രദ്ധിക്കുക. അപ്പൊ ഇന്റഗ്രൽ എക്സിന്റെ വാല്യൂ 3നേക്കാളും ചെറുതാണ്. അപ്പൊ 3നേക്കാളും ചെറുത് എവിടെ വരെ ചെറുതാവും, 1 വരെ ചെറുതാവും. 1 to അപ്പർ ലിമിറ്റ് ഏത് വരെയുള്ളൂ, 3 വരെയുള്ളൂ. എഫ് ഓഫ് എക്സ് എന്താണ്, 1/8 dx. which is equal to 1/8 കോൺസ്റ്റന്റ് വെളിയിലിട്ടു. 1ന്റെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, x ആണ്. ലിമിറ്റ് 1 to 3 which is equal to 1/8. x ഉള്ള പ്ലേസിൽ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. x ഉള്ള പ്ലേസിൽ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് which is equal to 1/8 into 3 minus 1. 3ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും, 2 ആണെന്ന് കിട്ടും. ഒന്നുകിൽ 2/8 ആണ് പറഞ്ഞിട്ട് നിർത്താം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 2ല് 2 1 ടൈംസ് പോവും. 8ല് 2 എത്ര ടൈംസ് പോവും,
ടൈംസ് പോകും. ഒന്നുകിൽ 2/8 നിർത്താം, അല്ലെങ്കിൽ 1/4 ആയിട്ട് നിർത്താം. ഇനി തേർഡ് ക്വസ്റ്റ്യനിൽ പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 3. എക്സിന്റെ വാല്യൂ 3നേക്കാളും വലുതാണ് എക്സിന്റെ വാല്യൂ. അപ്പൊ 3നേക്കാളും വലുതാണ് പറയുമ്പോൾ മാക്സിമം എവിടം വരെയാണ് റേഞ്ച് ചെയ്യുന്നത്? 9 വരെ. ഓക്കെ, അപ്പൊ ഇന്റഗ്രൽ എക്സിന്റെ വാല്യൂ 3നേക്കാളും വലുതാണ്. അപ്പൊ ലോവർ ലിമിറ്റ് 3യും വലുതാണ്. എവിടം വരെ വലുതാണ്? 9 വരെയേ വലുതാവാൻ പാടൂ. തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്താണ്? 1/8 dx. നേരത്തെ പോലെ ഇന്റഗ്രേറ്റ് ചെയ്യണു. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/8 കോൺസ്റ്റന്റ് വെളിയിലിട്ടു. പിന്നെ ആരേ ഉള്ളൂ ഇവിടെ? 1 ഉള്ളൂ. 1നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ആണ് കിട്ടും. ലിമിറ്റ് എന്താണ്? 3 to 9 വിച്ച് ഈസ് ഈക്വൽ ടു 1/8 കോൺസ്റ്റന്റ് വെളിയിലെടുത്തു. എക്സിന് അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ 9 ആണ്. ലോവർ ലിമിറ്റ് 3 ആണ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഈസ് ഈക്വൽ ടു 1/8 ഇൻറ്റു 9ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആൻസർ 6. ഒന്നുകിൽ 6/8 ആയിട്ട് ആൻസർ എഴുതാം, അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ അറിയുന്ന കുട്ടികളുണ്ടെങ്കിൽ 6ല് 2 രണ്ടില് കോമൺ മൾട്ടിപ്പിൾ ഏതാണെന്ന് നോക്കുക. അപ്പൊ 2 രണ്ടിലും പോകും. അപ്പൊ 2 6ൽ 2 എത്ര ടൈംസ് പോവും? 3 ഇൻറ്റു 2 ആണ് 6. 8 ആണെങ്കിലോ 2 ഇൻറ്റു 4 ആണ് 8. ഇനി നാലാമത്തെ ചോദ്യം പ്രോബബിലിറ്റി ഓഫ് മോഡ് എക്സ് മൈനസ് 2 ഗ്രേറ്റർ ദാൻ 3 ആണ്. അപ്പൊ മോഡ് എക്സ് മൈനസ് 2ന്റെ വാല്യൂ 3നേക്കാളും വലുതാവുമ്പോഴുള്ള പ്രോബബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കൂ, ഈ ഗ്രേറ്റർ ദാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ലെസ് ദാൻ സിമ്പിൾ ആക്കി മാറ്റുക. ലെസ് ദാൻ സിമ്പിൾ ആക്കി മാറ്റുമ്പോൾ വരുന്ന ചേഞ്ച്, ക്വസ്റ്റ്യനിൽ വരുന്ന ചേഞ്ച് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് മോഡ് എക്സ് മൈനസ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആയി മാറി. ഗ്രേറ്റർ ദാന് ലെസ് ദാൻ ആക്കി മാറ്റിയ ഫസ്റ്റ് ലെസ് ദാൻ ആക്കി മാറ്റുമ്പോൾ 1 മൈനസ് ആയി മാറും. ഇനി മോഡ് സിമ്പിൾ മാറ്റാൻ വേണ്ടി പോവാണ്. മോഡ് സിമ്പിൾ മാറ്റുമ്പോൾ എന്താ ചേഞ്ച് വരുന്നു നോക്കൂ. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ്, ഇത് പോസിറ്റീവ് 3 ആണ്. എക്സ് മൈനസ് 2 മോഡ് എക്സ് മൈനസ് 2. അപ്പൊ ഈ മോഡിലെ സിമ്പിൾ മാറ്റാൻ വേണ്ടി പോവാണ് അടുത്ത സ്റ്റെപ്പില്. മോഡിലെ സിമ്പിൾ മാറ്റുമ്പോൾ ഈ എഴുതിയിരിക്കുന്നതില് വരുന്ന ചേഞ്ച് എക്സ് മൈനസ് 2ന്റെ വാല്യൂ നെഗറ്റീവ് 3ന്റെയും പോസിറ്റീവ് 3ന്റെയും ഇടയിലാണ് എക്സ് മൈനസ് 2 ഇത് റേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മോഡ് സിമ്പിൾ മാറ്റുമ്പോൾ ഇവിടെ ഏത് നമ്പർ ആണോ ആ നമ്പറിന്റെ നെഗറ്റീവ് വാല്യൂവും പോസിറ്റീവ് വാല്യൂവും എഴുതി കൊടുക്കുക. മോഡിലെ സിമ്പിൾ മാറ്റിയിട്ട് എക്സ് മൈനസ് 2 ആയിട്ട് തന്നെ കീപ്പ് ചെയ്തു. Then 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ്, ഇനി ചെയ്യണത് ഈ നെഗറ്റീവ് 2നെ 3ന്റെ കൂടെ കൊണ്ടുവരണോ. അപ്പൊ നെഗറ്റീവ് 3 പ്ലസ് നെഗറ്റീവ് സിമ്പിൾ ഇങ്ങനെ ഭാഗത്ത് വന്നപ്പോ പോസിറ്റീവ് 2 ലെസ് ദാൻ, പിന്നെ ഇവിടെ ആരേ ഉള്ളൂ? എക്സ് ഉള്ളൂ. ലെസ് ദാൻ നെഗറ്റീവ് 2 3ന്റെ കൂടെയും കൊണ്ടുവരുമ്പോ 3 നെഗറ്റീവ് 2 ഇങ്ങനെ ഭാഗത്ത് വരുമ്പോ എന്തായി മാറി? പ്ലസ് 2 ആയി മാറി. ക്ലിയർ? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നെഗറ്റീവ് 3 പ്ലസ് 2 പോസിറ്റീവ് നെഗറ്റീവും വലുതെന്ന് ചെറുത് കഴിച്ചു, വലുതിന്റെ ചിഹ്നം ഇട്ടു. ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 പ്ലസ് 2 എത്രയാ? 5. ഇനി 1 മൈനസ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്തിട്ട് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി അറിയും. അപ്പൊ 1 മൈനസ് ഇന്റഗ്രൽ എവിടം തൊട്ടിട്ടുള്ള ഇന്റഗ്രൽ ആണ്? നെഗറ്റീവ് 1 ടു എവിടം വരെ റേഞ്ച് ചെയ്യുന്നത്? 5 ആണ്. എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതുവരെയുള്ള സ്റ്റെപ്പുകള് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു കേട്ടോ. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇന്റഗ്രൽ നെഗറ്റീവ് 1 to 5 എഫ് ഓഫ് എക്സ് എത്രയാണ്? 1/8 dx. ഇനി ശ്രദ്ധിക്കേണ്ടത് എക്സിന്റെ ലോവർ ലിമിറ്റ് ഇവിടെ തന്നിരിക്കുന്നത് നെഗറ്റീവ് 1 ആണ്. നെഗറ്റീവ് 1 മുതൽ 5 വരെയുള്ള പ്രോബബിലിറ്റി ആണ്. അപ്പൊ നെഗറ്റീവ് 1 മുതൽ 1 വരെയുള്ള പ്രോബബിലിറ്റി നമുക്ക് എന്തെന്ന് എഴുതാൻ വേണ്ടി പറ്റും? 0 ആണ്. കാരണം എക്സിന്റെ ലോവർ ലിമിറ്റ് ഇവിടെ തന്നിരിക്കുന്ന റേഞ്ചിൽ എക്സിന്റെ വാല്യൂ എവിടം വരെയുള്ളൂ? 1 വരെയുള്ളൂ. അപ്പൊ 1നേക്കാളും താഴെയുള്ള 0 ആണെങ്കിലും നെഗറ്റീവ് 1 ആണെങ്കിലും ഒക്കെ പ്രോബബിലിറ്റി എന്താണ്? ഈക്വൽ ടു 0 അതർവൈസ് എന്നാ പറയുന്നത്.
എക്സിന്റെ ലിമിറ്റ് തന്നിരിക്കുന്നതിൽ 1 മുതലേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഞാൻ എന്ത് എഴുതുന്നു? ഇന്റഗ്രൽ 1 to 5 f of x dx ആണെന്ന് എഴുതുന്നു. ഓക്കെ, തരാത്ത റേഞ്ചിലുള്ള വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ ഒരു പോർഷന്റെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഇന്റഗ്രൽ -1 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നും പ്ലസ് ഇന്റഗ്രൽ 1 to എവിടം വരെ നമുക്ക് കണ്ടുപിടിക്കണം? 5 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നും പറഞ്ഞിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇന്റഗ്രൽ -1 to +1 എഫ് ഓഫ് എക്സ് 0 ആണ്. ഇന്റഗ്രൽ 1 to 5 എഫ് ഓഫ് എക്സ് എത്രയാ പറയണത്? 1/8 ആണ്. ചുരുക്ക രൂപമാണ് എഴുതിയിട്ടിരിക്കുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/8 കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഇവിടെ ആരേ ഉള്ളൂ? 1 ഉള്ളൂ. 1 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ആണെന്ന് കിട്ടും. ലിമിറ്റ് 1 to 5 ആണ്. Which is equal to 1 minus 1/8 into xന് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 5, ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1. Which is equal to 1 minus 1/8 into 5 minus 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 4. Equal to 1 minus 4/8 ആണ്. 1 minus 4/8നെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ചെയ്യുമ്പോൾ 1 minus 1/2 ആണെന്ന് എഴുതാം. 1 minus 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ കിട്ടും? 1/2 തന്നെ കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? LC എടുത്തിട്ട് നമുക്ക് ചെയ്യാം. 1 minus 4/8. LC എടുക്കുമ്പോൾ 8 minus 4/8. 8 minus 4 എന്ന് പറഞ്ഞാല് 4/8. അപ്പൊ 4ല് 1 ടൈം പോവും. 4 8ൽ എത്ര ടൈംസ് പോവും? 2 ടൈംസ് പോവും. രണ്ട് ആൻസറും സെയിം തന്നെയാണ്. If you like the video, please subscribe and press the bell icon.